ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 ജനറൽ സർവീസായിട്ട് കയറിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കേട്ടോ. നമുക്കിതിപ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലൈനർ തന്നെയാണ്. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫിൽറ്ററാണ്. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഹോണ്ടയുടെ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. ബെൽറ്റ് സെൻറ്റർ പോർഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ആയാലും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകണമാണ്. അപ്പോൾ കൂടുതലായിട്ട് പൊട്ടൽ തോന്നാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മാറ്റിയാലും മതി. ഇപ്പം നമുക്ക് നിലവിൽ മാറ്റണമെന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പൊടി അതിനൊക്കെ കവറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ തേയ്മാനം ഒരല്പം ഒരു സൈഡ് തിരിഞ്ഞിട്ടുള്ള തേയ്മാനമുണ്ട്. പക്ഷേ നമുക്കത് തൽക്കാലം അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. കാരണം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. പൊട്ടലെന്തെങ്കിലും വരാണെങ്കിൽ മാത്രം നമുക്ക് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ ഈ വന്ന പ്ലാസ്റ്റിക്കിൻ്റെ വീല്, ഈ പീസ് സ്ലൈഡ് എന്ന് തന്നെ പറയാം, അതിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ പറയാം അത് തൊട്ടടുത്ത് തന്നെ ഇനി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാം കേട്ടോ. അത് പൊട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ വീല് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിട്ടേക്കാം. പിന്നെ ഈ ബാക്കിൽ വന്ന ക്ലച്ച് യൂണിറ്റിൻ്റെ ആയാലും ഈ നെട്ടൊക്കെ വെട്ടി അഴിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ നെട്ടൊന്ന് മാറ്റിയിട്ടേക്കാം. കാരണം ഞാൻ വെട്ടിയൊക്കെ കഴിക്കുന്ന സമയത്ത് എത്രത്തോളം അതിൻ്റെ ടോർക്കിൽ വേരിയേഷൻ വന്നിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് ഒന്ന് അഴിച്ച് ക്ലീൻ, എന്തെങ്കിലും അഴിച്ച് ഗ്രീസ് ചെയ്യുക, കൂട്ടത്തിലുള്ള നട്ട് മാറ്റികളെ. ക്ലച്ച് ഡ്രം യൂണിറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പൊടി തന്നെയാണ് പ്രശ്നങ്ങൾ. മൊത്തം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാൻ നമുക്ക് കേട്ടോ. പിന്നെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വണ്ടിക്ക് പെട്രോൾ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്രോൾ ലീക്ക് ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെ പെട്രോൾ ലീക്ക് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നില്ല, കാണുന്നില്ല നിലവിൽ കേട്ടോ. ഓയിൽ ലീക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഹെഡിൻ്റെ ഭാഗത്ത് അത്രയും പ്രോബ്ലം കാണുന്നില്ല. പക്ഷെ നമുക്ക് വണ്ടി കയറ്റണ സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഓയിൽ ലീക്ക് കണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് ഈ കാണുന്ന ബോൾട്ടും ഉണ്ട്, ഈ കാണുന്ന ബോൾട്ടും ഒരു ഓയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ബോൾട്ടും അത് ശരിക്കും പറഞ്ഞാൽ എൻജിൻ ഹെഡിൻ്റെ മഫ്ലർ പിടിപ്പിക്കുക, സൈലൻസർ പിടിപ്പിക്കുന്ന സ്റ്റെഡുമേന്നാണ് ആ ഒരു ചെറിയ നനവ് പോലെ വന്നിട്ട് ഡ്രോപ്പായിട്ട് താഴേക്ക് വീണായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഉണ്ട്. കാരണം ഞാൻ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ കൈമയൊക്കെ ആവണുണ്ട്. അപ്പോൾ മൈന്യൂട്ടായിട്ടാണ്, എന്നാൽ പോലും കുറേ നേരം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡ്രോപ്പൊക്കെ ആയിട്ട് താഴെ ചാടണുണ്ട്. അപ്പോൾ അത് നമുക്കത് അഴിച്ച് നോക്കിയാലാണ് എന്താണ് സംഭവിച്ചതെന്നുള്ള ദിവസം അറിയാനായിട്ട് പറ്റുള്ളൂ. അത് ഹെഡ് അഴിക്കണ കൂട്ടത്തിലാണ് നമുക്കത് നോക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് പുറമേ നിന്ന് വേറെ ഒന്നും ചെയ്യാനില്ല. അതിൻ്റെ നമുക്ക് എൻജിൻ ഓയിലിൻ്റെ ഭാഗമായി നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ കുറവ് കാണുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാന്ന് പറഞ്ഞാൽ ഓയിൽ കത്തി പോകുന്നുണ്ടെന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മൈന്യൂട്ടായിട്ട് കയറി കത്തണുണ്ട്. അതുകൊണ്ടാണ് എൻജിൻ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് വണ്ടി. ഇതുവരെ സിലിണ്ടർ കാര്യങ്ങളും മാറ്റിയിട്ടൊന്നുമില്ല. 1,30,000 കിലോമീറ്റർ ക്ലിയറായിട്ട് ഓടിയാണ് വണ്ടിയാണ്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് സർവീസ് കാര്യങ്ങൾ ചെയ്ത് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലൈഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഓയിൽ ലെവൽ ഇങ്ങനെ കുറയണതും കൊണ്ട് എന്തായാലും സിലിണ്ടറിൻ്റെ ഭാഗം നമുക്ക് എപ്പോഴേലും നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ആ ഓയിലേക്ക് എന്താണെന്ന് നോക്കി ആ ക്ലിയർ ചെയ്ത് പോകണതാണ് പറ്റുള്ളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളത് അഴിക്കാൻ നിൽക്കണം. എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിക്കാൻ നിൽക്കേണ്ടതായിട്ട് വരും. പിന്നെ പ്ലഗിൻ്റെ ഭാഗമായാലും പ്ലഗൊക്കെ നല്ല പ്ലഗ് കിടക്കണം. പ്ലഗും എയർ ഫിൽറ്ററൊക്കെ ഒരുമിച്ച് സെറ്റായിട്ട് മാറ്റിയേക്കണം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് മാറ്റാനുണ്ട് കേട്ടോ. കാരണം അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. പിന്നെ ഫ്രണ്ടായാലും നമുക്ക് ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ് ഫ്രണ്ടും കൂടി നമ്മൾ അഴിച്ചത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യും നമ്മൾ. പിന്നെ നമുക്കിത് ഇരിക്കണ ബാറ്ററി 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കണത്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.83 ആ റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വോൾട്ട് അത്യാവശ്യം നല്ല വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കാണിക്കുന്നത് പോയതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ പ്രശ്നമൊക്കെ വണ്ടിക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ബാറ്ററിയുടെ ഒരു ലൈഫ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. എന്നെഴുതിയിട്ട് സെൽഫ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിലാക്കുക ബാറ്ററി ആണെന്നുള്ള കേസ് മനസ്സിലാക്കുക, ബാറ്ററി മാറ്റുക. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് സെൽഫിൻ്റെ പ്രശ്നമാണ് കാണിക്കുള്ളൂ. ഫോൺ ഇൻഡിക്കേറ്ററൊക്കെ ജസ്റ്റ് വോൾട്ട് കിട്ടിയാൽ മതി. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആംബിയർ ഉണ്ടെങ്കിലാണ് സെൽഫ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ആ രീതിയിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ അത് കൂടാതെ കൊണ്ട് പൊല്യൂഷനൊക്കെ എടുക്കാനുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ ഈ ഹെഡിൻ്റെ ഓയിൽ ലീക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞത് മനസ്സിലാകേണ്ടതെന്ന് വിചാരിക്കുന്നു. അതായത് സൈലൻസറിൻ്റെ ബോൾട്ടിൻ്റെ ആ ഭാഗത്താണ് കാണിക്കണത്. ഇനി സൈലൻസർ അത് നമുക്ക് അഴിക്കണ സമയത്താണ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വന്ന ഭാഗമാണ്, നമുക്ക് പുറമേ നിന്ന് വൃത്തിയായിട്ട് കാണാനും പറ്റില്ല. അല്ലാതെ കൊണ്ട് ഇവിടെ വലിയ ലീക്ക് എന്ന് പറയാനായിട്ടില്ല. തുള്ളിയിട്ട് മൈനൂട്ടായിട്ട് ഒരു തുള്ളിയൊക്കെ താഴെ ചാടുന്ന പോലെ നമുക്ക് തോന്നണമുണ്ട് കേട്ടോ. അപ്പോൾ പെട്രോൾ ലീക്കായിട്ടല്ല, നമുക്ക് ഓയിൽ ലീക്കാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബാക്കിയത്തെ നമ്മൾ ഈ പറഞ്ഞേക്കണ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാം.